ഗസയിലെ ജനങ്ങളുടെ ദുരവസ്ഥ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ചൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിലുമൊക്കെ ഭീകരമാണ്. ഗസയിലെ ആരോഗ്യ മേഖല ഒന്നാകെ അപ്പാടെ തകർക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ കമാൽ അദ്വാൻ ആശുപത്രി, വടക്കൻ ഗസയിലെ അവസാന ആശുപത്രിയായിരുന്നു. കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ആശുപത്രി ഒന്നാകെ തകർക്കുകയും ചെയ്തു. അവിടെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരുപാട് രോഗികളൊക്കെ ഉണ്ടായിരുന്നു. 300-ലധികം ആളുകൾ, ഈ രോഗികളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ ഇസ്രായേൽ സേന കസ്റ്റഡിയിലെടുത്തു. ചിലരെ വിട്ടയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, അവർ എവിടെയാണോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. കഴിഞ്ഞില്ല മറ്റ് ആശുപത്രികൾക്ക് നേരെയും ചെറിയ ചെറിയ ആശുപത്രികൾക്ക് നേരെയൊക്കെ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാവുകയാണ്. അതായത് ആരോഗ്യ മേഖലയെ ഒന്നാകെ തകർക്കുക തന്നെയാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നത് എന്നത് ഉറപ്പാണ്. ഇനി ജനങ്ങളുടെ അവസ്ഥയിലേക്ക് വന്നാൽ അവരുടെ അവസ്ഥ അതിലും കഷ്ടമാണ്. ഇപ്പോൾ കൊടും ശൈത്യമാണ്, അതിശൈത്യമാണ് ഗസയിൽ. അവിടെ പലരും, ലക്ഷക്കണക്കിന് ആളുകൾ കഴിയുന്നത്, അഭയാർത്ഥികളായി കഴിയുന്നവർ ടെൻറ്റുകളാണുള്ളത്. അതിൽ 20 ലക്ഷത്തോളം ആളുകൾക്ക് ഈ തണുപ്പിനെ ഒന്ന് ഇല്ലാതാക്കാൻ, ഒന്ന് പുതയ്ക്കാനുള്ള പുതപ്പ് പോലുമില്ല. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 5 കുഞ്ഞുങ്ങളാണ് ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ കൊല്ലപ്പെട്ടത് എന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതവസരം നമ്മൾ പലപ്പോഴും അവിടെ ഇസ്രായേൽ നടത്തി വരുന്ന ക്രൂരതയെക്കുറിച്ച്, വംശഹത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടത്തുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം? നമുക്ക് ദിവ്യ, അത് ഗസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങൾ ധാരാളം വരാൻ കാരണം ഒന്ന്, ഈ കമാൽ അദ്വാൻ ആശുപത്രിക്ക് ആക്രമണമാണ്. മറ്റൊരു കാരണം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാരാരോഹണം അടുത്തിരിക്കുകയാണ്. ജാനുവരി 20 അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ. അപ്പോൾ അതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു. പിന്നെ ഈ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകും, എനിക്ക് അത്തരം ചില വാക്കുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരുന്നു. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അദ്ദേഹം നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷിയുണ്ട്, എന്തൊരു വിറ്റ്കോഫ്. ഈ വിറ്റ്കോഫ് ഇപ്പം മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ടെലവീവിലായിരുന്നു കഴിഞ്ഞ ദിവസം, അദ്ദേഹം ദോഹയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എഗൈൻ ഗസ വാർത്തകളിൽ ധാരാളമായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഇസ്രായേൽ ക്രൂരതകൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് രൂപം കൊണ്ടത് തന്നെ ഒരു ക്രൂരതയിലൂടെ. നഖ്ബ എന്ന് ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തെ പലസ്തീനികൾ നഖ്ബ എന്നാണ് വിളിക്കുന്നത്. നഖ്ബ എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നാണ് അർത്ഥം. ലക്ഷക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്ത, 10,000-കണക്കിന് ആളുകൾ ഉണ്ടായ ഒരു രാജ്യമാണ്. അപ്പോൾ അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂരതയുടെ, മനുഷ്യവിരുദ്ധതയുടെ കാര്യത്തിൽ ലോകത്ത് എപ്പോഴും മാതൃകകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഗസയിൽ ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെ ചുരുക്കം ചില ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ ചുരുക്കം ചില ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫീൽഡ് ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആശുപത്രി ഒന്നാണ് ഈ കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ, നോർത്ത് ഗസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാഴ്ചയോളം അത് ഉപരോധിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു, അവിടേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച സമ്പൂർണ്ണമായി ആശുപത്രി കീഴടക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ആശുപത്രി കീഴടക്കി എന്ന് പറയുന്നൊരു വാക്ക് പ്രയോഗിക്കേണ്ടി വരിക. ഇപ്പോൾ സൈനിക ക്യാമ്പ് കീഴടക്കി, അല്ല ഇന്ന് നഗരം കീഴടക്കി എന്നൊക്കെ, ഒരു മിലിറ്ററി ബേസ് കീഴടക്കി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാം, ഒരു രാജ്യം ഒരു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ഒരു ആശുപത്രി, ആ ആശുപത്രിയിൽ നിന്ന് 100-കണക്കിന് രോഗികൾ, മാരകമായി പരിക്കേറ്റ രോഗികൾ നിൽക്കുന്ന ആശുപത്രി ആഴ്ചകളോളം ഉപരോധിക്കുക, എന്നിട്ട് അവസാനം അത് പിടിച്ചെടുക്കുക, അതിലുള്ള രോഗികളെ നിർബന്ധപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യുക, അവിടെയുള്ള സ്റ്റാഫ്, ഏതാണ്ട് 240ഓളം സ്റ്റാഫുണ്ട്, അവരെല്ലാം പിടികൂടുക, എന്നിട്ട് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ആശുപത്രി തീ വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആശുപത്രി കീഴടക്കി എന്ന് വീമ്പിളക്കുക എന്ന് പറയുന്നത്, ഇവ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ ഇത് ഒരു ആശുപത്രി ആഴ്ചകളോളം ഉപരോധിക്കുന്നു, രോഗികളെ ഫോഴ്സ്ഫുൾ ട്രാൻസ്ഫർ നടത്തുന്നു, എന്നിട്ട് ആശുപത്രിക്ക് തീ വെക്കുന്നു. അതൊന്നും ലോകത്ത് വലിയൊരു ചർച്ചയാകുന്നില്ലല്ലോ. ഇപ്പോൾ WHO ഹെഡ് അദ്ദേഹം നിരന്തരമായി പ്രസ്താവന ഇറക്കുന്നുണ്ട്. മടുത്തു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഇത് ഇവിടം വരെ എത്തുന്നൊക്കെ അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന ഈ മനുഷ്യരാശി, അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ, പുരോഗമന മനുഷ്യനെ അതെന്തുകൊണ്ട് അസ്വസ്ഥമാക്കുന്നില്ല എന്നൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്.
ഇന്നിപ്പോൾ നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു കമ്മ്യൂണിക്ക വന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിരുന്ന ഹുസാം അബൂ സഫിയ, അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള വാർത്ത. അപ്പോൾ അദ്ദേഹം ഇസ്രായേലിൻ്റെ വളരെ കുപ്രസിദ്ധമായുള്ള സെദേം ഡിറ്റൻഷൻ ക്യാമ്പുണ്ട്. ആ ഡിറ്റൻഷൻ ക്യാമ്പിൽ ഈ ഗസ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 30-30 ആളുകൾ അവിടെ ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു. ടോർച്ചർ, ഈ ജയിൽ പീഡനത്താൽ മരണപ്പെട്ട് കഴിഞ്ഞു. അത്രയും കുപ്രസിദ്ധമായിട്ടുള്ളൊരു ജയിലാണ്. ആ ജയിലിൽ അദ്ദേഹം ഉള്ളതായിട്ട് ഔദ്യോഗികമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതായിട്ട് ഹെൽത്ത് മിനിസ്ട്രിയുടെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. വേറൊരു കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ വന്നിട്ടുണ്ട്, അതും ഇപ്പോൾ വന്നതാണ്. അതിൽ പറയുന്നത് വെച്ചാൽ നേരത്തെ ദിവ്യ പറഞ്ഞല്ലോ, ഈ പുതപ്പില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ മരവിച്ച് മരിക്കുന്നു. നോക്കൂ, നമ്മുടെ ഒരു ആധുനിക ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. പുതപ്പില്ലാത്തത് കാരണം, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പുതപ്പില്ലാത്തത് കാരണം കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്, മരവിച്ചു മരിക്കുന്നു. എന്നിട്ട് 5 ആളുകൾ മരിച്ച കാര്യമാണ് ദിവ്യ പറഞ്ഞത്. ഈ കമ്മ്യൂണിക്കയിൽ പറഞ്ഞ് 7 ആളുകൾ മരിച്ചു, 7 കുട്ടികൾ, 7 കുഞ്ഞുങ്ങൾ മരിച്ചു. അതിൽ ഒടുവിൽ മരിച്ചത് 22 ദിവസം പ്രായമായൊരു കുഞ്ഞാണ്. നോക്കൂ, അമ്മയുടെ മാറിടത്ത് നിന്നുള്ള ചൂട് പോലും ആ കുഞ്ഞിന് ലഭിക്കുന്നില്ല. കാരണം അമ്മയും തണുത്ത് പറച്ചിരിക്കുമായിരിക്കും. അങ്ങനെ 7 കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് പുതപ്പില്ലാത്തത് കാരണം 7 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. എന്നിട്ട് ആ ഒരു എൻ്റർപ്രൈസിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തെ, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അമേരിക്കയുടെ പിന്തുണയിൽ ഇത് നടക്കില്ലല്ലോ. ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ഡെമോക്രസി, എന്താ അതിനെക്കുറിച്ച് പറയാലോ, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡെമോക്രസി, ഓൾഡസ്റ്റ് ഡെമോക്രസി, ഈ പറയുന്ന നാഗരികതയുടെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിടയ്ക്ക് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ ഇങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പാണ് ഈ ഇലാൻ പെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിയൻ, ഇസ്രായേൽ ഹിസ്റ്റോറിയനാണ്, അറിയപ്പെട്ട ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ വരെ ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ നടത്തിയ ഇൻ്റർവ്യൂ യൂട്യൂബിൽ ലഭ്യമാണത്. അതിൽ അദ്ദേഹം പറയുന്നത്, ആ ഇൻ്റർവ്യൂവിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ ഇതാണ്, ഈ പറയുന്ന ഇസ്രായേൽ ഫ്യൂച്ചർ ഓഫ് സയനിസ്റ്റ് റെജീം, അത് ബീങ് ഡിമിനിഷ്ഡ് എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ കോടാനുകോടി ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ഈ പൈശാചികമായ കുരുതികളെല്ലാം നടത്തിയിട്ടും ഇസ്രായേലിന് എന്ത് നേട്ടം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഗ്ലോബൽ ഇസ്രായേൽ, ഗ്ലോബൽ പാലസ്റ്റൈൻ എന്ന് പറയുന്ന രണ്ട് പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഉണ്ടായി വന്നിട്ടുണ്ടെന്നാണ് ഇലാൻ പെപ്പ് പറയുന്നത്. അത് ഗ്ലോബൽ ഇസ്രായേൽ എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ നിൽക്കുകയും ഗ്ലോബൽ പാലസ്റ്റൈൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുകയാണെന്ന് ഇസ്രായേലി ഹിസ്റ്റോറിയനായിട്ടുള്ള ഇദ്ദേഹം പറയുകയാണ്. വലിയ അക്കാഡമിക് പണ്ഡിതനാണ് അവിടെയുള്ള. ഞാൻ പറഞ്ഞാൽ, ഈ മനുഷ്യരെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ട് നിലനിർത്താൻ പറ്റുന്നതാണോ ഒരു സംസ്കാരവും നാഗരികതയും ഒരു രാഷ്ട്രീയവും എന്ന ചോദ്യമുണ്ട്. അത് സാധ്യമല്ല. നിങ്ങളിങ്ങനെ കൊല്ലുന്നത് കൊണ്ട് ഞങ്ങളെ തകർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല എന്ന് പലസ്തീനുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. നോക്കൂ, ഈ 1 വർഷം കഴിഞ്ഞു, ഇപ്പോഴും സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട ഈ ഗസയിൽ ഹമാസിൻ്റെ സർവ്വ നേതാക്കന്മാരും കൊല്ലപ്പെട്ട ഈ ഗസയിൽ ഹമാസിൻ്റെ കയ്യിലുള്ള 100 തടവുകാരെ ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഇസ്രായേലിന് പറ്റിയിട്ടില്ല എന്നൊരു വസ്തു അവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്. നോക്കണം, ഈ പലസ്തീനികൾക്ക് ഗസയിൽ എല്ലാ ദിവസവും ഇസ്രായേൽ ഹെലികോപ്റ്ററിൽ വന്ന് ലഘുലേഖകൾ വർഷിക്കുന്നുണ്ട്. ഈ ലഘുലേഖകൾ എന്താ പറയുന്നത് അറിയോ? ഈ പറയുന്ന തടവുകാരെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നാൽ $ഇത്ര മില്യൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങൾ. ഇങ്ങനെയല്ല, അവരുടെ അതിവിപുലമായ നെറ്റ്വർക്ക്, സ്പൈ നെറ്റ്വർക്ക് അവിടെയുണ്ട്. എന്നിട്ട് പോലും ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന വെടിനിർത്തൽ ചർച്ച എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കാൻ തന്നെ കാരണം എന്താണ്? ഈ ഒരു ബാർഗൈനിങ് ചിപ്പ് ഹമാസിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. മെനിയാന്ന് ബെയ്ത്ത് ഹനൂനിൽ നിന്ന് വാർത്ത വന്നു. ബെയ്ത്ത് ഹനൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അതിർത്തിയുള്ള ഗസയുടെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന നഗരമാണ് ബെയ്ത്ത് ഹനൂൻ. ബെയ്ത്ത് ഹനൂനിൽ 3 ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായിട്ട്. ഇതുകൊണ്ട് ഹമാസ് ഒരു സാധാരണ രീതിയിലുള്ള അവരുടെ പ്രവർത്തനം മാറ്റി അവർ സമ്പൂർണ്ണമായി ഗറില്ല ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. ആംബുഷ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യരുടെ, ആ ജനതയുടെ, ആ പ്രസ്ഥാനത്തിൻ്റെയോ ഇച്ഛാശക്തിയെ തകർക്കാനോ അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭാവന ഇല്ലാതാക്കാനോ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന രാഷ്ട്രീയ ഭാവന കൂടുതൽ ശക്തിപ്പെടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ
പലസ്തീന് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഥാർത്ഥ പരീക്ഷണം നേരിടുന്നത് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ മുന്നനുഭവമില്ലാത്ത ക്രൂരതകൾ, കുഞ്ഞുങ്ങളെ തണുപ്പിച്ച് കൊല്ലുക, പുതപ്പ് കൊടുക്കാതെ കൊല്ലുക, ആശുപത്രിയിൽ ബോംബിട്ട് കൊല്ലുക, മെറ്റേണിറ്റി വാർഡിൽ ബോംബിട്ട് കൊല്ലുക, ഇൻക്യുബേറ്റേഴ്സിൽ മിസൈൽ അയക്കുക, ഇങ്ങനെയൊക്കെ മനുഷ്യ സങ്കല്പത്തിന് അസാധ്യമായിട്ടുള്ള ക്രൂരതകൾ ഒരു രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ന്യായം ചമക്കാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്ന മനുഷ്യാനുഭവത്തിലില്ലാത്തൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മനുഷ്യാനുഭവത്തിലില്ലാത്തൊരു ചെറുത്തുനിൽപ്പാണ് ആ ജനത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു പുതിയ ലോകക്രമം, ഈ പറയുന്ന അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോകക്രമത്തെ മാറ്റിപ്പണിതുകൊണ്ടല്ലാതെ ഈ സംഗതി അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യെസ്, അജിംസ്, ഇവിടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കുക എന്നതാണോ ഈ കാണുന്ന ഈ ആക്രമണങ്ങളിലൂടെ? അല്ല, ഇതിപ്പോൾ ഹോസ്പിറ്റൽ ആക്രമിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഹോസ്പിറ്റൽ ആക്രമിച്ചത് അതൊക്കെ ഹമാസിന്റെ കമാൻഡിങ് ഏരിയ ആണെന്നായിരുന്നു ഇസ്രായേൽ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ യുവോൺ റെഡ്ലി എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾക്ക് സദ്ദാം ഹുസൈൻ്റെ കൂട്ടനശീകരണ ആയുധങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശുപത്രികൾക്കിടയിലെ കമാൻഡിങ് സെൻറ്ററുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിനോട് കൊടുക്കുന്ന മറുപടി. കാരണം ഒരു വർഷമായിട്ട് ഇവർ ബോംബിട്ടുകൊണ്ടേയിരിക്കുന്ന ആശുപത്രികൾക്കിടയിൽ ഹമാസിൻ്റെ കമാൻഡിങ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ കൊല്ലുന്നത്, രോഗികളെ കൊല്ലുന്നത്, ഡോക്ടർമാരെ തടവിലാക്കുന്നത്, ഡോക്ടർമാരെ ചുട്ടുകൊല്ലുന്നത്. ഇതല്ലാതെ പറഞ്ഞിട്ടാണ് ഒരു വർഷമായിട്ട് ഒരു ബോംബിട്ടിട്ട് ഇതിൻ്റെ അടിയിലെ കമാൻഡിങ് സെൻറ്റർ കണ്ടെത്താൻ പറ്റില്ല, നിങ്ങൾക്ക് സദ്ദാം ഹുസൈൻ്റെ കൂട്ടനശീകരണമായിരുന്നു കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം, ഏതാണ്ട് 100-600ഓളം ഹെൽത്ത് വർക്കേഴ്സിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. തടവറയിലുണ്ട്, ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ. അപ്പോൾ ഇപ്പോൾ അബു സഫിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ ഡോക്ടർ ഹുസാം അബു സഫിയ, അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുള്ള ഡോക്ടർമാരെ എന്താണ് ഈ IDF ചെയ്തത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ഡോക്ടർ ഇസ്രായേലിൻ്റെ തടവറയിൽ മരിച്ചിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ 2023 ഡിസംബറിൽ അറസ്റ്റ് ചെയ്തിട്ട് പോയതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ തടവറയുടെ ഒരു സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങുന്നതായിട്ട് സഹതടവുകാർ കാണുന്നു. അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴ്പ്പെടുന്ന നഗ്നമാണ്, കാലിലൂടെയൊക്കെ ചോര ഒലിച്ചിറങ്ങുകയാണ്. അദ്ദേഹത്തെ ഈ സഹതടവുകാർ കൊണ്ടൊരു മുറിയിൽ കൊണ്ടുവന്നാക്കി അദ്ദേഹം പിറ്റേ ദിവസം മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്, ഒരു പുരുഷന് അനുഭവിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ക്രൂരതകളാണ് അദ്ദേഹം നേരിട്ടത്. അദ്ദേഹം ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുകയായിരുന്നു. IDF പട്ടാളക്കാർ ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്യാങ് റേപ്പ് ചെയ്യുമ്പോൾ മുമ്പ് കേട്ടിട്ടുണ്ട്, 10ഓളം ഇസ്രായേൽ സൈനികർ നിരന്ന് നിന്നിട്ട് ഒരു ഇസ്രായേൽ തടവുകാരനെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ഒരു വിഷ്വൽ, ഫലസ്തീൻ തടവുകാരനെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന വീഡിയോ പുറത്തു വരികയും പിന്നീട് ആ സൈനികരെ അറസ്റ്റ് ചെയ്യും. ആ സൈനികരെ അറസ്റ്റ് ചെയ്ത് അവർ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ രാഷ്ട്രീയക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ടോർച്ചറിങ് ആണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ, അവരോട് പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങളുടെ നേതാവ് ആരാണ്, നിങ്ങൾ ഹമാസിൽ അംഗമാണോ, നിങ്ങളുടെ ആശുപത്രിയിൽ ഹമാസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഇപ്പോൾ WHO പ്രതികരിച്ചാലും പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ ഫ്രട്ടേണിറ്റി ലോകം മുഴുവൻ സംഘടനകളുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് സാൻസ് മെഡിസിൻ സാൻസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന, ഫ്രോണ്ടിയേഴ്സ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ഓരോ വിഭാഗം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് സംഘടനകൾ ലോകത്തുണ്ട്. അവർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ബധിരകരണങ്ങളിലാണ്. ഇപ്പോൾ WHO പ്രതികരിച്ചിട്ട് ഫലമില്ലാത്തടത്ത്, UN മിണ്ടാതിരിക്കുന്നിടത്ത് ഇനി ഇത്തരം സംഘടനകൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവ്യ, നമ്മളിപ്പോൾ ഒരു ചരിത്രപരമായ നിമിഷത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൽ 1-2 ലോകമഹായുദ്ധത്തിനിടയിൽ ലോകത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ജർമ്മനിയിലെ ജൂത വംശഹത്യ. അന്ന് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഇതുപോലത്തെ UN ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നീട് അത് പിരിച്ചുവിട്ടിട്ടാണ് ഇപ്പോഴത്തെ UN ഉണ്ടായത്. ഈ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ ചരിത്രം വർത്തുളമാണെന്നാണ്, സർക്കുലറാണ്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ 1-2 ശതകങ്ങളിൽ എന്ത് ലോകത്ത് സംഭവിച്ചോ അതൊക്കെ 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അന്ന് ജീവിച്ചിരുന്ന അന്ന് വംശഹത്യ നോക്കിയിരുന്നു, കണ്ടു നിന്നു. ഇന്നും ഒരു വംശഹത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്നും ലീഗ് ഓഫ് നേഷനും UN ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ വംശഹത്യ നോക്കിയിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നും UN ഒക്കെ ഉണ്ട്, UN ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ചരിത്രപരമായ ചില സംഭവവികാസങ്ങളാണ്. ഒരു വംശഹത്യയാണ് നടക്കുന്നത്, ശരി തന്നെ. കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, ഗർഭിണികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ട്, 10,000-കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഇപ്പോൾ 45,000 കവിഞ്ഞിരിക്കുന്നു അവിടുത്തെ മരണസംഖ്യ. പക്ഷേ ഇത്
നമ്മുടെ ലോകക്രമത്തെ മാറ്റുന്ന ചില സംഭവവികാസങ്ങളാണ്. അതിൻ്റെ ഒരു എന്താണ് വേദനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറുക തന്നെ ചെയ്യാം. അല്ലാതെ എങ്ങനെയാണ് ഇത്രയും മനുഷ്യരെ കൊന്നിട്ടൊരു രാജ്യം ഇനി ഞങ്ങൾ കുറേ നാൾ കൂടി നിലനിൽക്കാം, ഞങ്ങൾ സുരക്ഷിതമായി നിലനിൽക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നീതി എന്നൊക്കെ പറഞ്ഞ സങ്കല്പത്തിന് എന്ത് പ്രസക്തിയുള്ളത്? ഒരു രാജ്യം 45,000 പേര് ഒരു വർഷം കൊണ്ട് കൊന്നു. ഇനി ഞങ്ങൾ സ്വസ്ഥവും സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകും, നൂറ്റാണ്ടുകൾ ഞങ്ങൾ ഒരു അതിശക്തമായ രാജ്യമായി മുന്നോട്ട് പോകുന്നു അവർ കരുതുന്നുണ്ടോ? സീരിയസ് ആയിട്ട് അവർ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെയാണ് പിന്നെ നീതിക്കൊക്കെ എന്താണ് ഒരു വിലയുള്ളത്? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ആലോചിക്കാമല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഓരോ മനുഷ്യനും ചോദിക്കേണ്ട ഒരു സമയമാണത്. യെസ്, അതാണ്. അവിടെ സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം തണുത്ത് മരവിച്ച് മരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നതിൽ മാത്രമാണ് സങ്കടം. ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.